മലയാളത്തിലെ ഇംഗ്ലീഷിലെ ഹിന്ദിയിൽ തമിഴ് ഓരോ ചിത്രത്തിലെ 3 ഭാഷയിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ വേണം. മലയാളത്തിലെ ഇംഗ്ലീഷിലെ എന്താണ് എടുത്തിയേ നിങ്ങൾ ഇങ്ങനെ പറയണത്? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടാവില്ലെന്ന്. ഓ മൂഞ്ചി മോറം കണ്ടാ തീർന്നു. അപ്പോ നിങ്ങളെ 7 അയലത്ത് വരും അവള്. ആ ചെളുക്ക ഈ സുധാകരനെ നിങ്ങൾക്കറിയില്ലേ? ഔ ഇങ്ങനെ അണ്ടപ്പുളക്ക് വിടാൻ പാടുവോ? എന്താണിത്? നീ എന്റെ പണി നോക്കു കുട്ടി. ഈ ചെക്കനന്റെ കയ്യിൽ നിന്ന് കിട്ടാറായി ഉണ്ട്. നിങ്ങള് കാര്യമൊക്കെ കാര്യം, തമാശയൊക്കെ തമാശ. ഈ സുധാകരൻ ഒരു വാട്ടി സൊന്ന അപ്പടിത്ത ഇവന്റെ ഒരു കാര്യം. പല്ലകഞ്ച വരുന്നു വരുന്നു രൗണേട്ടാ. കേട്ടോ പോടാ. പുക 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 ഷർലേടി കഴിയുമ്പോഴേക്ക് മോന്തിയോ. സാർ പുറപ്പെടണല്ലോ. ആ ശരി ശരി. ആ മുതലാളി പാലക്കാട്ടേക്ക് വരുന്നുണ്ട്. ആ തേലക്കാട്ടെ ചുരുക്കിൻ്റെ അവിടെ മൂപ്പര് നിൽക്കുമ്പേ ആ സീറ്റൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ? നിന്റെ ശൃംഗാരികളൊക്കെ ചപ്പാക്കി ഉണ്ടാവും. മൂപ്പർക്ക് ഇതൊന്നും പിടിക്കേ ഇല്ല. ഓ ഷെഡില് 3 വണ്ടിയുണ്ട്. നല്ല അസല് കാർ. എന്നാലും കണ്ടപ്പം എന്നെ പാലക്കാട്ടേക്ക് പോകാൻ ഇതന്നെ വേണം. 6 വണ്ടിയുണ്ട് കണ്ടത്തിലാർക്കും ഒക്കെ കൂടി. അതിലൊന്നും കയറില്ല. മൂത്താരെ എന്താണ് നിങ്ങൾ ഓടുന്ന വണ്ടിയിൽ മാത്രം മുതലാളി കയറണത്? ഇങ്ങോട്ട് വാ പറഞ്ഞു തരാ. ഏട്ടന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ല്. ഞാനില്ല, എനിക്ക് പേടിണ്ടേ. എന്താ പറയണ്? എന്റെ മാനം പോയാ പോയ തന്നെ വേ. എന്താ ഈ മൂത്താര് കാട്ട്? എന്താണ് എന്താണ്ടാ? ചുരുക്കത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കോഴിക്കോട് ബിരിയാണിയുടെ കാര്യം ആളിറങ്ങി 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 ഇറങ്ങും. പാലക്കാട് പാലക്കാട് എന്താ വീട്ടിലെത്തണ്ടേ? എന്താ കൂട്ടം പറഞ്ഞ കൂട്ടാണ് കേട്ടെ ഇറങ്ങിന്. എന്താ തന്നെ അയ്യേ ഏട്ട എപ്പോ വരും? ഏട്ട എപ്പോ വരും പറഞ്ഞാ മതി എന്നോട്. എന്താണ് കേക്കണ്ട എനിക്ക്. വരിക.
ആ. അന്ന് ഞാൻ എൻ്റെ അച്ഛൻ തെയ്യുണ്ണി മാണിക്കത്തെ ഹോസ് ബാലൻ ചിയാരത്തെ കണ്ണൻകുട്ടി അറിയില്ല നിനക്ക്? ഓ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ്. ഹോഴ്സ് ബാലന്റെ കയ്യിലൊരു ഹണ്ടിങ് റൈഫിൾ ഉണ്ട്. ഉം, ഉം. എത്രാശ വലിപ്പുണ്ട്, എടുത്താ പൊന്തില്ല. അന്ന് ഈ വിളയാടി ഭാഗമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കാടാണ്. നരയുണ്ട് അന്ന് അതിന്റെ ഉള്ളില്. ഹോഴ്സിന് മാത്രം ലൈസൻസ്, കർമ്മം. എത്ര പൊട്ടിച്ചാലും വീടില്ല. അതെങ്ങനെ? ഒരു കണ്ണ് അങ്ങടിക്കും, ഒരു കണ്ണ് ഇങ്ങടിക്കും. മടുക്കുമ്പോ എന്റെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കും. തേയുണ്ണി വെച്ചാ വീണിട്ടുണ്ടാവും. എന്താ ആള് ആ തലപിടുത്തം നിനക്ക് കണ്ട് നല്ല ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങള് കുട്ടികൾക്ക് ആർക്കും ആ എടുപ്പ് കിട്ടിയില്ല. ഇത്രയുള്ളത് കുഞ്ഞുണ്ണിക്കാണെന്ന് തോന്നുന്നു. ഉണ്ട്, ഏട്ടൻ ഇട്ടിണ്ട്. ചില നേരത്ത് മൂപ്പരുടെ കാണിക്കല് കണ്ട അങ്ങനെ അച്ഛന്ന് തങ്കച്ചേച്ചി പറയും. അമ്മ മരിക്കണ നേരത്ത് അവനെ ആളറിയാണ്ട് തെയ്യുണ്ണേട്ടാന്ന് പറഞ്ഞ് കൈ പിടിച്ച് കിടന്നിട്ടുണ്ട്. ലൈസൻസ് എടുത്ത് നിൽക്കുകയാണ് ചക്കൻ. നാം പറയണച്ചാ നന്നായി ഓട്ടുണ്ടാവും ബസ്. തെയ്യുണ്ണിയുടെ രണ്ടാമത്തത്? ഓ, മൂത്തവൻ RT ഓഫീസിൽ തന്നെ, പാലക്കാട്. ഈ ചക്കൻ അങ്ങനെ പഠിക്കാനൊന്നും പോയില്ലേ യശ്മ. കൃഷിപ്പണി തന്നെ ആയിരുന്നു. മൂത്ത കുട്ടറ കല്യാണം വന്നപ്പോൾ നിലം കൊടുത്തു. അതിനു മുമ്പ് തന്നെ ഇവൻ വന്ന് എൻ്റെ ഒപ്പം കൂടി. എന്തെങ്കിലും പണിയാക്കി കൊടുത്തു വെച്ചാ ആ കൊച്ചേച്ചിക്കൊരു സഹായം. എവിടെ വിളിക്കേ? ആ, കൊച്ച അങ്ങനെ ഇരിക്കണോ? അങ്ങനെ ഇരിക്കണു അല്ലേ? എന്താ പറയാ, നിനക്ക് താഴെ ഒരു പെങ്ങളൂട്ടി ഇല്ലൂട്ടി. ബസ് ഓടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, വർഷാപ്പ് പന്നാൻ കൈതെളിച്ചവരാരും നന്നാവാണ്ട് പോയിട്ടില്ല ഇല്ലേ പന്ന? ഒക്കെ അമ്മൻ്റെ സഹായ യശ്മ. തിങ്കളാഴ്ച നല്ല നേരം നോക്കി വരണ്ട കുട്ടി. അമ്മയോട് ചോദിച്ചു പറ. ചന്തോ ഇല്ല കാണാൻ. ഗണ്ടക്കൻ വാച്ച്. നീ ഈ 10ാം ക്ലാസ് പാസ്സായിട്ട് അച്ഛ വേറെ വാങ്ങി തരണ്ട കേട്ടോ. വാച്ച് നല്ലോണം സൂക്ഷിക്കണം കേട്ടോ.
ഹാവ് എന്താണ്? അവന് നേരെ നോക്കാനൊന്നും അല്ല, വെറുതെ ഫാഷൻ കാട്ടാൻ. ഞങ്ങളൊക്കെ വാച്ച് കാണാൻ എന്നെ കോളേജ് ഓടി കഴിഞ്ഞിട്ടാണ്. എനിക്ക് മോണാപ്പോണ്ട് പോലെ എന്ത് വാച്ച്? നിനക്ക് നേരെ നോക്കാൻ അറിയൂടി അമ്മ പെണ്ണെ? ഓ, വലിയ മുള്ളും ചെറിയ മുള്ളും 12-ലായ 12 മണി. ആ അതൊന്നും അറിയാം. ഏട്ടറ വാച്ചിൽ ഇപ്പൊ എത്ര ആയിട്ടുണ്ടെന്ന് പറയും. വാച്ചിലോ? ആ. ഈ വാച്ചിലോ? ആ ഒന്നും അറിയില്ല കഴുത പെണ്ണിനെ. കഴുതയിട്ട് തന്നെ. എന്നാ പറയടി എത്രയായിന്ന്? വലിയ മുള്ള് 3-ല്, ചെറുത് 4-ല്. 3 മണി. ഈ പെണ്ണ് കുഞ്ഞോട് വാടി കള്ളിപ്പെണ്ണേ. അച്ഛടെ കുഞ്ഞിപ്പെണ്ണ് എവിടെ? ദാ കുഞ്ചു മണിക്ക് 5 മണി. വാച്ച് അത് പിന്നെ അച്ഛ വായിത്തര. അതല്ലാണ്ട് കൽക്കണ്ടം. ഇപ്പോ ഇത് അച്ഛ ട്രിപ്പ് പോയിട്ട് വരുമ്പോ കൽക്കണ്ടം വായിച്ചേരാ. പുന്നരിച്ച് പെണ്ണ് വഷളായിട്ടുണ്ട്. പോ അമ്മ കല്ലി. ഹൈ, അങ്ങനെ പറയാൻ പാടില്ല. അടി പെണ്ണിന് കിട്ടും. അമ്മയോട് കായിട്ടു മിണ്ടില്ല. ഓ കായ എന്നെ മിണ്ടണ്ട വായോട് കുറുമ്പി. നിക്കടി. ഹായ് ചണ്ട പണിഞ്ഞാലുണ്ടല്ലോ. അടുത്ത മഴയ്ക്ക് മുമ്പ് തന്നെ മരാമത്ത് പണി തീർക്കണം. കുഞ്ഞുണ്ണിയേട്ടനോട് കടം വാങ്ങണ കാര്യാണ്. നിങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കൊള്ളീൻ, എന്റെ പണ്ടം കൊടുക്കാം. വെറുതെ ഏട്ടനോട് ചോദിക്കണ്ട. ഇനി ഏത് പണ്ടം? ആകെ ഈ താലി ചെന്നല്ലേ ഉള്ളൂ. മീനാക്ഷി കുട്ടറ കല്യാണത്തിന് പണയം വെച്ചത് ഇനിയും എടുത്തിട്ടില്ല. ഏത് പണ്ടം കുട്ടി? മാതുമുത്തയുടെ ഇളക്കത്താലും കുഴുമിനും കൂടി ഒരു 10 പവൻ ഉണ്ടാവും. എനിക്ക് ഭാഗത്തിൽ കിട്ടിയതേ. അത് കൊടുക്കേ. എനിക്കിത് തന്നെ ധാരാളം. ഇത് ഞാൻ ചത്താലും തരില്ല. ഈ ഹലാക്കിന്റെ ഷെയ്ഡ് ഇടിച്ചു കളയാൻ പറ്റൂല. എന്റെ മുറിയിലേക്ക് വെളിച്ചക്കിടക്കണില്ല. ഓതാൻ നേരത്തെ കണ്ണു കാണില്ല. നിങ്ങളത് ഇടിക്കന്നെ വേണമെന്നായരെ ഇല്ലിച്ച ഇടിച്ച് കളയും. എന്റെ ശവത്തിന്റെ പുറത്തെ ആ സംശയം ഇടിച്ചു വീഴുള്ളൂ. എന്താണ്ടായേ? ആവാപ്പാ വെട്ടിയിട്ട പോലെ ഒറ്റ വീഴ്ചയാണ്. തലചുറ്റി വീണതാണവേ. എന്നിട്ടൊക്കെ വേല കാണാൻ നിൽക്കുകയാണ്. പിടിക്കിൻ, ആശുപത്രിയിലേക്ക് എടുക്കിൻ. വേല ഇതാ വാ. കേട്ടോ വേണ്ട, വല്ല പുലിവാല് കേസാവും. പെണ്ണിന് വയറ്റിലുണ്ടെങ്കിലേ നിങ്ങൾ കുടുങ്ങും. ഞങ്ങൾ ഓട്ടോ പറഞ്ഞിണ്ടേ, നിങ്ങൾ ട്രിപ്പ് മുടക്കണ്ട, വിട്ടോളി. ടൗണിയേട്ടാ, ഈ പിള്ളേരൊന്നും ശരിയല്ല. എടുത്തിട്ട് അങ്ങോട്ട് പോയില്ലാച്ചാ ഈ കുട്ടര കാര്യം കഷ്ടാവും. നീ പിടിക്കും വേല ഇതാ. ദേ പിടിക്ക്. ഓ, ഇനി ഓട്ടോ വന്നിട്ട് പോവാൻ. പിടിക്കും മനോജേ. ആ പതുക്കെ. ഇത്തിരി കാത്ത
ഞങ്ങൾ തറക്കാർ കൊണ്ടുപോലോ. അവിടെ വെച്ചോളിൻ. ഇതൊക്കെ അളമ്പ് കേസാണ്. പറഞ്ഞില്ല വേണ്ട. ഏത് നായിന്റെ മക്കളാടാ തടയണ്? നിങ്ങൾ കൊണ്ടുപോയി. കൊരട്ട കുറ്റിക്ക് 4 പെടച്ചാലുണ്ടല്ലോ. പെട്ടതള്ളാർക്ക് ഉപകാരമില്ലാത്ത ജാതി. നിങ്ങൾ പോയി വേഗം. ആരേണ്ടാ തടയണേ? ഒരു തറക്കാര് പ്രമാണികൾ. ഏത് തറക്കാരേണ്ടാ? എന്നാണ്ടാ നീയൊക്കെ പ്രമാണിയായത്? നിങ്ങൾ കൊണ്ടുപോവിൻ. പോവിൻ. മാറി നിൽക്കണ്ട. പോടാ വീട്ടില്. എൻ രമണി എന്നല്ലേ? വീട് ഈ വിറ്റാമിൻ ഗുളിക 3 നേരം. ഒന്നുമില്ല, അനീമിക്കാണ്. എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കൂ. എവിടെയാണ് കുട്ടറ വീട്? ആവൂ, നല്ല ദൂരണ്ട്. ഇനി കരയണ്ട, സമാധാനായില്ലേ? വീട്ടിലറിയിച്ചിട്ടുണ്ട്. അമ്മ പേടിച്ചിട്ടുണ്ടാവും. അമ്മ മാത്രമേ ഉള്ളൂ? ഏട്ടയുണ്ട്, തിരുപ്പൂര് ബനിയൻ കമ്പനിയില്. എന്തിത്ര നേരത്തെ? ഒന്നും കഴിച്ചിട്ടില്ലാവേ? കഴിച്ചിട്ടേ PSC ടെസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ PSC ബുക്കൊക്കെ പോയി. അതിനെന്താണ്, ഇനി എഴുതാലോ. ആ ഗൈഡൊക്കെ കടാണ്. ഇനി എന്ത് പറയുമെന്ന് അറിയില്ല. ഗൈഡൊക്കെ കടം വാങ്ങിയതാണ്? ആരുടെ? ഞങ്ങളുടെ അങ്കിടുള്ള ഒരു ചേച്ചിയുടെ. അങ്കിടെന്ന് വെച്ചാ? വീടിന്റെ അങ്കിടുക്കുള്ള ഒരു ചേച്ചി. അങ്കിടക്കോ? അപ്പേ എന്താണ്ടാ കറവെടുക്കാണ്? ഓ അല്ലാണ്ട് എന്താണ്ടാപ്പാ കാട്ടുക? ശമ്പളവും നേരാമണേ കിട്ടണില്ല, ബോണസും തരണില്ല. ഓട്ടത്തിന് വല്ല കുറവുണ്ടോ? അതില്ലേനും. ഓ നമ്മുടെ മൂത്താർക്ക് ഇതൊന്നും പിടിക്കില്ല. കണ്ടോ, ഞാനിത് എത്രയായി പറയണു. അന്തി മോന്തില്ലാണ്ട് ഓടി റോട്ടിലെ കരിയും പൊടിയൊക്കെ കയറിയിട്ട് വണ്ടി ഷെഡാക്കുമ്പോ ഇത്തിരി ഊറ്റിച്ചിട്ട് ആരും മോശം പറയില്ല. ചക്ക എന്റെ നാവിന്ന് വീഴും.
മണി എന്താടാ ഈ കാട്ടണ്? എന്റെ ചോറല്ലടാ കുട്ടി ഇത്. എല്ലാവർക്കും നിങ്ങളെ പോലെ ആകാൻ പറ്റില്ല ഏട്ടേ. മക്കൾക്ക് മാമുണ്ണാൻ തികയണില്ല. ശമ്പളം കിട്ടിയില്ലേ കുറി. ഭഗവതിന് വിചാരിച്ച് ഇത് എവിടെയും പോയി പറയാതിന്. അങ്ങനെ ഞാൻ കാട്ടൂന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയില്ല എന്നറിയും, എന്നാലും എന്തൊരു കഷ്ടോ നോക്കൂ. മോലാളി തരണേ ഇല്ലവേ. അയാള് കള്ളനാണ്ടാ മണി, കള്ള തിരുമാലി. അപ്പോൾ ശരി ശരി ഉണ്ണേട്ടാ, ശരി. ഓ എടുക്കി പോ. സുധാകര, നിന്റെ മോറെന്താടാ തേളുത്തിയ പോലെ? നമ്മളെ മുതലാളി ശമ്പളം തരണില്ലേ, ബോണസ് തരണില്ലേ നിനക്ക്? ഓ, നിനക്കിപ്പോ എന്ത് വേണ്ട പറ. അയ്യേ, നമ്മൾ എന്തിനാണ്ടാ കള്ളപ്പടിക്ക് പോണേ? അതിന്റെ ഒരാവശ്യമില്ല. അവന്റെ മൊബൈൽ ബില്ല് അടഞ്ഞു പോവല്ലോ രാവണിയേട്ടാ. എന്താ ചറളയടി. ഞാൻ വിളിക്കണം എന്റെ ചെറിയമ്മല്ലോ, അമ്മായിയല്ലോ. അപ്പ നീ മുണ്ടണ്ട. രാവുണ്ണേട്ടൻ മിടുക്കില്ലാണ്ടായി പോയി. എന്താ ചെയ്യാ, ഞമ്മന്റെ സമയം മോശം. മിടുക്കില്ലാണ്ടല്ലട കുട്ടി, പക്ഷെ അതിനൊരു കാര്യമുണ്ട്. എന്റെ അച്ഛൻ തെയ്യുണ്ണിയാരായി പോയി. വണ്ടിത്താവളം കിട്ടല്ല. ഞാനെന്നും തൊഴിണതേ ചിറ്റൂരമ്മയായി പോയി. നിന്റെ മാതിരി വടക്കേത്തറ കുഞ്ചിയെയോ കന്നിമാരി തങ്കയോ അല്ല. ഏത് അതെങ്ങനെ നിങ്ങളറിഞ്ഞേട്ടേ? നിനക്കിപ്പോ എത്ര വേണ്ട പറ. ഒരു 20 ഉറുപ്പ്യ തരി. ആ രാവണേട്ടാ, ഇന്നലെ പാലക്കാട് നിന്ന് വിട്ടപ്പോ ഒരസല് സാധനം, എ ക്ലാസ് എയർ സസ്പെൻഷൻ എഞ്ചിൻ. വെറുതെ മുട്ടി നോക്കിയപ്പോ നല്ല സഹകരണം. ആ മണപ്പുള്ളിക്കാവുന്നേ കൊടുമ്പ് വരെ. കർമ്മം. എന്നോട് ജാതി കിളുതാരം പറയാൻ വരണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? പോ അവിടുന്ന്. അതെ, ഇതിനൊരു യോഗം വേണം മൂത്താരെ. അസൂയപ്പെട്ടൊരു കാര്യമില്ല. കണ്ട കണ്ട കണ്ട, വന്ന് വിളി, വന്ന് നോക്ക്. ആ എന്നമ്മാ சொல்லடே. நீ எங்க இருக்க? அப்படியா? எவட்ட புட்டம் பயோ? போடி போடி. ആരാണ് മനസ്സിലായില്ല? ഇവിടെ ഇത്തിരി അപ്പുറത്താണ്. എവിടെ? പാലത്തുള്ളി. അവിടെ എവിടുത്തെയാണ്? ഏത് വീട്ടിലത്തെയാണ്? എൻ്റെ അച്ഛനമ്മയുടെ ഒരു മരുമകൻ അവിടെ ഉണ്ട്, മരിച്ചു. മേലെ വീട്. ആ അത് തന്നെ. അറിയില്ല. പുഴയുടെ ഇക്കരെയാണ്? അല്ല, അക്കരെ. അവിടെ ഏത് വീട്? പടിഞ്ഞാറേ ചേർമ്പത്തെ. ഞങ്ങള് മുതുക്കുറിശിന്ന് വന്ന് കൂടിയവരാണ്. പടിഞ്ഞാറ്. ആവോപ്പ.
ഔ ഇപ്പതൊരു വീടായി. നിന്റെ പണ്ടം. അതും പറഞ്ഞിനി കത്തണ്ട. അമ്മ പെണ്ണ് വലുതാവുമ്പോഴേക്കും എന്തെങ്കിലും 4 തുണ്ട് സ്വർണം. മീനാക്ഷിയുടെ കുട്ടനെ നന്നായി വളർത്തിയിട്ടുണ്ട്. ഉണ്ണിയേട്ടന് ചില നേരത്ത് വെറും ഭ്രാന്താണ്. അതൊക്കെ കാലാവുമ്പോ എന്റെ മീൻ കൊളുത്തി അമ്മ നടത്തിക്കോളും. വെണ്ടയൊക്കെ പുഴു തിന്നു പോണു. ഹായ്, എന്തെങ്കിലും മരുന്ന് വാങ്ങണോ? ആവൂ, അതിനൊന്നും ഇനി കാശ് കളയണ്ട. കാശിനെ നല്ല വിലയുണ്ട്. അതറിഞ്ഞില്ല. ഇനി മരുന്ന് വാങ്ങി കയ്യിൽ വെച്ച് അറിയാണ്ട് നിങ്ങളെടുത്ത് കുടിച്ചാലോ? എന്ത്? അയ്യോ, തെറ്റുമാപ്പ്. ഹൈ, എന്റെ നാവ് ശരിയല്ല. പറയിച്ചിട്ടല്ലേ? ദാ വരണു. നായരെ, ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ മോദി സാഹിബേ? നിങ്ങൾ പെരപ്പ പുതുക്കിലോ? ആ കിഴക്ക് ഭാഗത്തൊരു സൺഷൈനുണ്ട്, അതങ്ങോട്ട് തട്ടണം. വല്ലാണ്ട് ബുദ്ധിമുട്ട്. എന്താ സാഹിബേ, പണിനേന് മുമ്പ് ഇടിച്ചു കളയേ. പോട്ടെ, നേരായി. പൊളിക്കൂല. ഇവനെന്താ പറഞ്ഞത്? കിണറ്റി കല്ലിട്ടു. ആ മൊയ്തേ മാപ്പിള അവിടെ നിന്ന് തൊള്ള തറക്കണ്ട്. എന്താ നിങ്ങൾക്ക് വിളിച്ചാ ചെകിട് കേൾക്കൂലേ? ഹൈ, കഴിച്ചിട്ട് എണീറ്റാ മതി. ആ നിക്കൂന്ന്. വിളി കേൾക്കൂല. എവിടെ പോയി കിടക്ക? ഇതാ വരണു. ഒന്നിങ്ങോട്ട് വരി. നിങ്ങളെന്താ ഒളിഞ്ഞു കളിക്കാണ്? ഒളിഞ്ഞു കളിക്കാൻ ഇള്ളക്കുട്ടി ഒന്നും അല്ലല്ലോ. ഇള്ളക്കുട്ടിയോട് പറഞ്ഞാൽ അതിലും ജാസ്തി അവർക്ക് മനസ്സിലാവും. നിങ്ങളെന്തിനാ ഒടിമാരണ നായരെ? സായിവ് എന്തിനാ അങ്ങനെ കത്തണ്? കാര്യം പറയും. നിങ്ങളോട് നല്ല ഭാഷയല്ല നായരെ ഞാൻ പറഞ്ഞത് ആ സൺഷെയ്ഡ് പൊളിക്കണമെന്ന്. മുറിയിലേക്ക് വെളിച്ചം കിടക്കണില്ലാന്ന്. നിങ്ങളെന്താ തിരിഞ്ഞടിക്കണേ? നല്ല ഭാഷയിൽ തന്നെ ഞാൻ മറുപടിയും പറഞ്ഞല്ലോ, ഇടിക്കാനാവില്ലാന്ന്. മനിങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ. ഞാൻ എടുത്തടിച്ച് പറയല്ലേ നായരെ. ഞമ്മക്കറിയും ഈ നാട്ടിലെ കേസും കൂട്ടവും ബക്കാടൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ കുട്ടി ദുബായിലാന്ന് വെച്ചിട്ട് നമുക്ക് ആരുമില്ലാന്ന് കരുതരുത്. നിങ്ങൾക്ക് മകൻ അവിടുന്ന് ചുട്ടപ്പം പോലെ നോട്ട് ചുളുചുളാന്ന് അയച്ചു തരുന്നുണ്ടാവും. അപ്പൊ വെറുതെ തിന്ന് ഏമ്പക്കം വിട്ട് കിടക്കാം. ഇവളുടെ ഇത്തിരി ഉണ്ടായിരുന്ന പണ്ടം കൊടുത്തിട്ടാണ് ഈ പെര പുതുക്കിയത്. വീട് ഇത്തിരി ചന്തായിരിക്കുമ്പോ ഒറ്റപ്പുത്തിയും കൊണ്ട് വന്നാലുണ്ടല്ലോ. ഈ ഹലാക്കിന്റെ ഷെയ്ത് ഇടിച്ച് കളയാതെ പറ്റൂല. എന്റെ മുറിയേക്ക് വെളിച്ച കിടക്കണില്ലാന്ന്. ഓതാൻ കാലത്ത് കണ്ണാണ്ടില്ല. നിങ്ങൾക്കറിയോ? അത് ഇടിക്കന്നെ വേണം നായരെ. ഇല്ലിച്ച ഇടിച്ചു കളയാൻ വാങ്ങിട്ട് എന്റെ ശവത്തിന്റെ പുറത്തെ ആ സൺഷെയ്ഡ് ഇടിച്ച് വീഴുള്ളൂ. നശിപ്പിക്കാൻ എന്താ ധൃതി? ഉണ്ടാക്കണതിന്റെ പാടറിയില്ല. അത് ഇടിക്കന്നെ വേണം ഇടിച്ച് കളയും. അങ്ങനെ മാറി നിൽക്കണ്ടോ? ഒത്തിരി എന്താണിത് മൂത്താർക്ക്? എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? കുട്ടികളെല്ലാം പിന്നിലിരിക്കുന്നുണ്ട്.
ഞങ്ങക്ക് പേടിണ്ടേ, വീട്ടില് പറഞ്ഞിട്ടില്ലേ? ചെക്കന്റെ പണി തീർന്നു തോന്നുന്നു. നിങ്ങൾ എവിടേക്കാണോ അന്ത മുന്തല്ലാണ്ട്? ഇപ്പൊ എന്തായി? ഞാൻ എന്റെ പണി പാളിയാ. അയ്യോ ഒരു പാപു ചെയ്യാത്ത എന്റെ കുട്ടിയെ എന്തിനെടുത്ത് ഭഗവാനെ? എനിക്ക് ചാവണോ? എനിക്ക് ചാവണോ? അപ്പൻ്റെ അമ്മൻ്റെ അച്ഛൻ ഏതോ കാട്ടിൽ അഴുകി കിടക്കണമെന്ന് ചങ്ങാന്തിമാര് പറയും. അത് പാടില്ല. വെണ്ടൊക്കെ പുഴു നിന്ന് പോന്നു. ഹൈ, ഇനി മരുന്ന് വാങ്ങി കയ്യിൽ വെച്ച് അറിയാണ്ട് നിങ്ങളെടുത്ത് കുടിച്ചാലോ? என்னடா இது புறம்போக்கு என்னடா சாருக்கு இங்கே தான் கிடச்சதா? இந்த ரோடு தான் கிடச்சதா? என்னோட லாரி தான் கிடச்சதா உனக்கு? என்னடா இது? நீ சத்து வேணுமா நான் ஜெயிலுக்கு போறதுக்கு? புறம்போக்கு அங்கே எங்கேயோ போய் ட்ரெயின் எங்கேயோ போகிறது.
கோயம்புத்தூர் ரூட்டா போற வழியில கொஞ்சம் ட்ராப் பண்ண முடியுமா? ஆமா இறங்கும். ரொம்ப நன்றி ஐயா. കഷ്ടം, പാവൻ രാവണ്യാര്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കയ്യെഴുത്തം. എത്ര പാവം മനുഷ്യനായിരുന്നു. മൂപ്പർക്ക് ഇതൊന്നും താങ്ങാനാവില്ല. അമ്മ, എന്റെ പെണ്ണിനെയും കുഞ്ഞുകുട്ടികളെയും കാത്തുകൊള്ളണേ. ആരാണിത്? നിങ്ങളിത് ഏത് ഗുദാമലായിരുന്നു ആരെ? പള്ള കാളിപ്പോയല്ല, പേടിച്ചു പോയ. ആ ചെക്കര തലയിൽ പുണ്ണുണ്ടായിരുന്നു, അത് പൊട്ടി ചൊകര ചാടിയതാണ് വേ. അവനൊക്കെ സുഖമായിരിക്കുന്നത്. പോലീസും പുക്കാരൊന്നുമില്ലാണ്ട് കാര്യം ശരിയായി. പരാതി ഇല്ല എന്നവൻ പറഞ്ഞു. ഒരു 2 ദിവസം വണ്ടിയിൽ പോണ്ട. ഒരബദ്ധം ആർക്കാണ് പറ്റാത്തത്? നിങ്ങളെല്ലാരും അറിയൂലേ? പിന്നെന്താണ്? നിങ്ങളെന്തിനാണ് വണ്ടിയിൽ നേരെ? എന്താണ് പണ്ടാരോളെ കണ്ടമാരെ മീശി നിൽക്കണ്? കുടിയിൽ നിങ്ങളുടെ പെണ്ണുങ്ങളും പാപ്പക്കുട്ടികളൊക്കെ പനിച്ച് പേടിച്ച് കിടക്കാണ്. ഈ നേരം വരെ ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു. പോയി സമാധാനാക്ക്, ഒക്കെ ശരിയാവട്ടോ. 10:30 മണി കഴിഞ്ഞ് ഫറൂഖിനെ വിളിക്കണം ദുബായിക്ക്. കച്ചേരി മേട്ടൊരു ഫോൺ പീടിയുണ്ട്, ചെക്കനോടൊരു ഫോൺ മേടിച്ച് വെക്കാൻ പറഞ്ഞ. നിങ്ങൾ പോയില്ലേ? മഴ നനയാണ്ട് പോയി കിടന്നുറങ്ങിന്ന്. ഒക്കെ നേരെയാവട്ടോ. ഇനിയിപ്പോ കച്ചേരി പടി പോയിട്ട് ഫോൺ വിളിക്കണം. എന്റെ കുട്ടികളുടെ രക്ഷകൻ